നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകൾ. ബഹ്റൈൻ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമായ അൽ മുൻദിർ വിക്ഷേപണം വിജയകരമായതിൽ ബഹ്റൈന് അഭിനന്ദന പ്രവാഹം. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ രാജ്യത്തിന്റെ നേട്ടത്തിൽ അഭിമാനം പ്രകടിപ്പിക്കുകയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രശംസിക്കുകയും ചെയ്തു. ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ മേൽനോട്ടത്തിലായിരുന്നു വിക്ഷേപണം നടത്തിയത്. ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിയ ഉപഗ്രഹം ആദ്യ സിഗ്നലും ഭൂമിയിലേക്ക് അയച്ചു. ട്രാൻസ്പോർട്ടർ 13ന്റെ ഭാഗമായ ഉപഗ്രഹം ശനിയാഴ്ച രാവിലെ പ്രാദേശിക സമയം 9:39 കാലിഫോർണിയയിലെ അമേരിക്കൻ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് വിക്ഷേപിച്ചത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് അൽ മുൻദിറിനെ വഹിച്ച് ചരിത്രത്തിലേക്ക് കുതിച്ചുയർന്നത്. രാജ്യത്തെ കാലാവസ്ഥ, പരിസ്ഥിതി, കര, കടൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഡേറ്റകളും വിശകലനം ചെയ്യാൻ AI-യുടെ സഹായത്തോടെയാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നേരിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവാണ് അൽ മുൻദിറിന്റെ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്ന്. നാനോ ഉപഗ്രഹങ്ങളിൽ ഈ സാങ്കേതികവിദ്യ പ്രയോഗിക്കുന്ന മേഖലയിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് ഇത്. ആഗോളതലത്തിൽ മികച്ച വിമാനത്താവളത്തിനുള്ള എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡ് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു. അസാധാരണമായ യാത്രാനുഭവം നൽകുന്നതിനും ഗൾഫ് മേഖലയിലും ലോകമെമ്പാടുമുള്ള ഒരു മുൻനിര വിമാനത്താവളം എന്ന സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അംഗീകാരമാണ് ഈ അവാർഡ്. ലോകത്തിലെ മുൻനിര വിമാനത്താവള ഉപഭോക്തൃ അനുഭവ അളക്കൽ ബെഞ്ച് മാർക്കിംഗ് സംവിധാനമായ ASQ പ്രോഗ്രാം 2024 നടത്തിയ സർവേകളിലൂടെ ശേഖരിച്ച യാത്രക്കാരുടെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനം എന്നിവ കണക്കിലെടുത്താണ് അവാർഡ്. ബഹ്റൈനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ടുബ്ലിയിലുള്ള ലേബർ ക്യാമ്പിൽ ഇഫ്താർ സംഗമം നടത്തി. സംഗമത്തിൽ 200-ലധികം ആളുകൾ പങ്കെടുത്തു. സംഘടനയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായ സാമൂഹ്യ പ്രവർത്തകരായ ചെമ്പൻ ജലാൽ, മണിക്കുട്ടൻ, സെയ്ദ് ഹനീഫ് എന്നിവരോടൊപ്പം കോർഡിനേറ്റർ അനിൽകുമാർ, അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈനിലുള്ള എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രറ്റേണിറ്റി ഓഫ് എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഈ വർഷത്തെ ഇഫ്താർ കിറ്റ് വിതരണം ചിത്ര ലേബർ ക്യാമ്പിൽ നടന്നു. പ്രസിഡന്റ് സ്റ്റീവൻസൺ മെൻഡീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഫുഡ് കിറ്റ് വിതരണത്തിൽ ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് ജെന്നി ജെയിംസ്, ജോയിന്റ് സെക്രട്ടറി സുജിത് കുമാർ, മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ക്ലോട്ടി ജോഷി, സുനിൽ രാജ്, ഐസക്, അഗസ്റ്റിൻ, രഞ്ജിത്ത്, ജിജേഷ് എന്നിവർ പങ്കെടുത്തു. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൻസാര ലിഫ്റ്റ്സ് BFC BKS 7A സൈഡ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കൻസാര 11 ജേതാക്കളായി. ബഹ്റൈൻ കേരളീയ സമാജം മൈതാനത്ത് നടന്ന ഫൈനലിൽ ജയ് കർണാടകയാണ് പരാജയപ്പെടുത്തിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത കൻസാര 11 നിശ്ചിത 6 ഓവറിൽ 63 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ജയ് കർണാടകയ്ക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 45 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ലൂസേഴ്സ് ഫൈനലിൽ സെരിഗയെ തോൽപ്പിച്ച് ഷഹീൻ ഗ്രൂപ്പ് രണ്ടാമത്തെ റണ്ണറപ്പായി. കൻസാര 11ന്റെ സുമൻ മാൻ ഓഫ് ദി മാച്ചായും കരൺ ഷാ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. മത്സരത്തിന്റെ മുഖ്യ പ്രായോജകരായ ബഹ്റൈൻ ഫിനാൻസിംഗ് കമ്പനി, സൂപ്പർ ഫുഡ്സ്, PKE ഗൾഫ് ആൻഡ് ബിൻമൂൺ ട്രേഡിംഗിന്റെ പ്രതിനിധികൾ, ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഭരണസമിതി കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, സ്പോൺസർമാരായ ബഹ്റൈൻ ഫിനാൻസ് കമ്പനി, സൂപ്പർ ഫുഡ്സ്, PKE ഗൾഫ് ആൻഡ് ബിൻമൂൺ ട്രേഡ് പ്രതിനിധികൾ വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. തുച്ഛമായ ശമ്പളത്തിൽ ചെറിയ ജോലികൾ ചെയ്ത് 20 വർഷത്തോളമായി നാട്ടിൽ പോകാനാവാതെ ബഹ്റൈനിൽ കുടുങ്ങിയ 70 വയസ്സുകാരനും തൃശൂർ സ്വദേശിയുമായ വ്യക്തിയെ ടീം നാട്ടിലെത്തിക്കുകയും ജീവിതാന്ത്യം വരെ കഴിയാൻ ജീവിത സാഹചര്യവും അഭയവും ഒരുക്കുകയും ചെയ്തു. ടീം സമാഹരിച്ച അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഗൾഫ് കിറ്റും എയർ ടിക്കറ്റും സഹായനിധിയായ 1,80,700 രൂപയും അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. നാട്ടിൽ വേണ്ട എല്ലാ സഹായവും നാട്ടിലെ ടീം ഭാരവാഹികളുടെ പരിചരണത്തിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഈ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത ഏവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും ടീം ഭാരവാഹികൾ അറിയിച്ചു. ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിനെയും സഹയാത്രികൻ യൂജിൻ ബുച്ച് വിൽമോറും ഉടൻ ഭൂമിയിൽ തിരിച്ചെത്തിയേക്കും. ഇരുവരെയും തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായ സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. പ്രത്യേകം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാസയുടെ ഗവേഷകരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ പുറപ്പെട്ട ക്രൂ 10 വിക്ഷേപണം വിജയകരം. ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ച സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ക്രൂ 10 ദൗത്യസംഘം സഞ്ചരിച്ച സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം ഉണ്ടായിരുന്നത്. ഇത് ISS-ൽ വിജയകരമായി ഡോക്ക് ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ക്രൂ 10 സഞ്ചരിച്ച പേടകത്തെ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോക്കിംഗ്.
പേടകത്തിലുണ്ടായിരുന്ന നാസയുടെ 4 ശാസ്ത്രജ്ഞർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നു. ഡ്രാഗൺ പേടകത്തിൽ നിന്ന് 4-അംഗ സംഘം നിലയത്തിലേക്ക് പ്രവേശിച്ചു. സുനിതയും സംഘവും അവരെ സന്തോഷത്തോടെ വരവേറ്റു. എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കുന്ന വീഡിയോയും വൈറലാണ്. ഇനി അധികം വൈകാതെ സുനിതയും വിൽമോറും മറ്റ് 2 പേരും അടങ്ങുന്ന ക്രൂ 9 4-അംഗ ബഹിരാകാശ യാത്രിക സംഘം ഡ്രാഗണിലേക്ക് പ്രവേശിക്കുകയും ഭൂമിയിലേക്ക് മടങ്ങി വരികയുമാണ് ചെയ്യുക. മാർച്ച് 19-ന് മടക്കയാത്രയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 9 മാസം മുൻപായിരുന്നു ഇന്ത്യൻ വംശജ സുനിതയും ബുച്ച് വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. എന്നാൽ ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള സാങ്കേതിക തകരാർ കാരണം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. തുടർന്ന് 9 മാസത്തോളമാണ് അവർക്ക് ISS-ൽ കഴിയേണ്ടി വന്നത്. നിശ്ചയിച്ചതിലും കൂടുതൽ കാലം 2 പേർക്കും ISS-ൽ തങ്ങേണ്ടി വന്നത് വലിയ ആശങ്കകൾക്കും ഇടയാക്കി. ഇരുവരെയും തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ പലതവണ നടന്നെങ്കിലും ഒടുവിൽ ക്രൂ 10 ദൗത്യമാണ് ഫലം കണ്ടത്. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയിൽ വിവിധയിടങ്ങളിലായി 163 കോടിയുടെ ലഹരി വേട്ട. ഗുവാഹത്തി, ഇംഫാൽ സോണുകളിൽ നിന്ന് 88 കോടിയുടെ ലഹരി മരുന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടി. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ പോലീസ് അടക്കമുള്ള ഏജൻസികൾ ലഹരി വേട്ട സജീവമാക്കിയിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗുവാഹത്തി, ഇംഫാൽ സോണുകളിലായി NCB 1 സംഘത്തെയാണ് പിടികൂടിയത്. 88 കോടി രൂപ വില വരുന്ന മെത്താംഫെറ്റമീനാണ് കണ്ടെത്തിയത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ മ്യാൻമർ അതിർത്തി വഴി കടത്തിയെന്നാണ് വിവരം. ലഹരിമുക്ത ഭാരതം എന്ന കേന്ദ്ര സർക്കാർ നടപടിക്ക് ശക്തി പകരുന്ന നടപടിയെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ NCB സംഘത്തെ അഭിനന്ദിച്ചു.
സംസ്ഥാനത്ത് ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 24-നാണ് യോഗം. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി തുടങ്ങുന്ന നടപടികളും യോഗത്തിൽ തീരുമാനിക്കും. കോളേജ് ഹോസ്റ്റലിലടക്കം കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ സംയുക്ത ഓപ്പറേഷന് പോലീസും എക്സൈസും തീരുമാനമെടുത്തിട്ടുണ്ട്. ലഹരി വ്യാപനത്തിൽ ഗവർണറും DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡിന് സമഗ്ര പദ്ധതിയും രൂപീകരിച്ചിട്ടുണ്ട്. പോലീസ്, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായാണ് നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. ADGP മനോജ് എബ്രാഹാമിനാണ് ഏകോപന ചുമതല. ഇരുവകുപ്പുകളും ചേർന്ന് ലഹരി മാഫിയ സംഘത്തിന്റെ സമഗ്രമായ ഡേറ്റാബേസ് തയ്യാറാക്കും. അന്തർ സംസ്ഥാന ബസ്സുകളിലും വാഹനങ്ങളിലും സംയുക്ത പരിശോധന നടത്താനും തീരുമാനം ആയിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.